പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടും നമ്മുടെ മാനസിക ആരോഗ്യമായിട്ട് വളരെ ബന്ധമുണ്ട് കേട്ടോ. നമ്മൾ താമസിക്കുന്ന വീടിന്റെ അവസ്ഥ നമ്മുടെ മനസ്സിനെയും ആ ഭിത്തികളും ആ അന്തരീക്ഷങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ മാനസിക ആരോഗ്യ വിദഗ്ധർ പറയുന്നതാണ്. പല ഗവേഷണങ്ങളിൽ നിന്നും അത് മനസ്സിലാക്കിയെടുത്തിട്ടും ഉള്ളവർ പറഞ്ഞത്, അറിവുള്ളവർ പറഞ്ഞതാണ്. പിന്നെ ഇതിൽ വലിയ PhD എടുക്കണ്ട, നമുക്ക് സ്വാഭാവികമായി ചിന്തിച്ചാൽ മനസ്സിലാകും നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തിന്റെ അവസ്ഥ അല്ലേ. അതിന് വലിയ റിസർച്ച് ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. അതായത് നമ്മുടെ വീടില്ലേ, വീട് വലിയ വീടാകുമ്പോൾ നമ്മൾ ഓർക്കും, വലിയ കൊട്ടാരം പോലെയുള്ള വീടൊക്കെ കാണുമ്പോൾ ഓ ദൈവമേ നല്ല രസമുള്ള വീട്, ഇങ്ങനെ നമ്മൾ ചിന്തിക്കില്ലേ. പക്ഷെ അവിടെ അംഗസംഖ്യ കുറവാണെങ്കിൽ, അതായത് 1-2 പേരാണ് ഒരു വലിയ വീട്ടിൽ താമസിക്കുന്നതെങ്കിൽ അവരിലെ ഏകാന്തത, അതുപോലെ ഒരു സെക്യൂരിറ്റി കുറവ് അങ്ങനെയുള്ള ഫീലിംഗ് അവർക്കുണ്ടാകും. പിന്നെ ഒരു ഉള്ളിലൊരു ഭയം, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത ഒത്തിരി കൂടുതലാണെന്നാണ് പറയുന്നത്. അത് തന്നെയല്ല, അവർക്കൊരു സമൂഹത്തെ, അതല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരു ഫംഗ്ഷനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ അഭിമുഖീകരിക്കാൻ ആ വീടുകളിൽ താമസിക്കുന്ന കുറേ നാളധികം താമസിച്ചവർക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഒത്തിരി ആൾക്കാരുള്ളിടത്തൊക്കെ പോയി നിൽക്കുമ്പോൾ അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. കാരണം ഈ ഏകാന്തതയിലേക്ക് പോകാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അവർ ആ വീട്ടിലിങ്ങനെ തന്നെ ഇരുന്ന് പഠിച്ചേക്കുമല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു ഏകാന്തത അവർക്ക് അനുഭവം. പിന്നെ ആ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ സെക്യൂരിറ്റി ഉണ്ടോ, സുരക്ഷിതമാണോ, ഞാൻ സുരക്ഷിതയായിട്ടാണോ ഇരിക്കണേ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാകും. വല്ലവരും വന്ന് ആക്രമിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു പേടി പോലും അവരുടെ ഉള്ളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ ചെറിയ വീട്, കുഞ്ഞു വീട് സ്വർഗമാണെന്നൊക്കെ നമ്മൾ പറയൂലേ. പക്ഷെ തീരെ ചെറിയ വീട്ടിൽ ഒത്തിരി അംഗസംഖ്യകൾ, ഒത്തിരി ആൾക്കാർ തിങ്ങി പാർത്തിട്ടുണ്ടെങ്കിൽ അതും അവരുടെ മാനസിക സ്ഥിതിയെ ബാധിക്കും എന്നാണ് പറയുന്നത്. അതായത് കുറേ പേരുള്ളപ്പം അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ലായ്മ ആ വീട്ടിൽ അനുഭവപ്പെടും. അവർക്ക് പേഴ്സണലായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്നാ പറയണേ, എല്ലാത്തിലും മറ്റുള്ളവരെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പം അത് അവരുടെ മനസ്സിൽ ഒരു വെറുപ്പോ വിദ്വേഷമോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പം കുഞ്ഞു വീട്ടിൽ താമസിക്കുന്നവർക്ക് എപ്പോഴും ഒരു വെറുപ്പ്, ദേഷ്യം അങ്ങനെ ഉള്ള സ്വഭാവങ്ങൾ കൂടുതലായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെയുള്ളത്, ഇതിന് ഈ ചെറിയ വീടാണെങ്കിലും അവരെ പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും വഞ്ചനയും ഒന്നും ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ അവിടെ സ്വർഗം അല്ലേ. കുഞ്ഞു വീടിനകത്തളങ്ങൾ സ്വർഗമാക്കിയിടും ഒരു പാട്ട് പോലും ഉണ്ടല്ലോ അല്ലേ, അമരം എന്ന സിനിമയിൽ. അതൊരു നല്ല പാട്ടല്ലേ. അപ്പം അങ്ങനെ സ്വർഗമായിട്ട് ജീവിക്കാനും നമുക്ക് പറ്റും കുഞ്ഞു വീടിനകത്ത്. അത് നമുക്ക് എല്ലാ നല്ല രീതിയിൽ ആശയവിനിമയമൊക്കെ ചെയ്ത് നല്ല സ്നേഹത്തോടെ കഴിയാനും നമുക്ക് കൊച്ചു വീടുകളിൽ സാധിക്കും. ഇനി അടുത്താണ് വീടിന്റെ കളറ്. വീടിന്റെ കളറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അധിക സമയവും വീടുകളിൽ ഇരിക്കുന്നവരാ അല്ലെ. ഒത്തിരി നമ്മൾ ഏതെങ്കിലും ഒരു മുറിയിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു വിഷമം, ദുഃഖം, അല്ലെങ്കിൽ ഒരു മനസ്സിനെന്തോ ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ആ വീടിന്റെ കളറ് നമ്മളെ ബാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ സാധാരണ എല്ലാ വീടുകളും വെള്ള കളർ, ക്രീം കളറൊക്കെയാണ്. അത് വീടുകൾക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ പൂജാമുറിയുടെ ഒക്കെ കളറൊക്കെ വെള്ളയാണ് അടിക്കുന്നത്. അതായത് ഒരു വിശുദ്ധിയുടെ, അല്ലെങ്കിൽ ഒരു ഇന്നസെന്റിന്റെ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, അങ്ങനെയുള്ള ഒരു ഫീലാണ് നമുക്ക് ഉള്ളിൽ ഇങ്ങനെയുള്ള കളറുകൾ തരുന്നത്. എന്നാൽ ഈ മുറികളുടെ ഡാർക്ക് കളറ്, കറുപ്പ്, ചുമപ്പ്, അങ്ങനെയുള്ള ചുമപ്പൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി നൽകുന്ന കളറാണെങ്കിലും റൂമുകൾക്ക് കൊള്ളില്ല, നമ്മൾ താമസിക്കുന്ന വീടിന് കൊള്ളില്ല എന്ന് പറയുന്നത്. ബ്ലാക്കും ഒന്നും അത് നെഗറ്റീവ് കൂടുതലടിക്കും എന്ന് പറയുന്നത്. ആ സമയത്ത് ഇളം പച്ച, ഇളം നീല കളറുകളൊന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ലത് വെള്ള കളറോ ക്രീം കളറോ ആണ് വീടുകൾക്ക് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതാണ്, നമ്മൾ കണ്ടിട്ടുള്ള ഈ ബാറുകളിലൊക്കെ കളറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാറുകളിൽ ചുമപ്പും കറുപ്പും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ബാറുകളുടെ. അതായത് പെട്ടെന്നൊരു എനർജി അവരുടെ ഉള്ളിലേക്ക് പാസ് ചെയ്യുകയും, അതായത് ബ്രാൻഡിയൊക്കെ കുടിക്കുമ്പോൾ എനർജി പാസ് ചെയ്യാൻ പെട്ടെന്ന് വയലന്റ് ആകാനുള്ള ഈ കാളപ്പോറിനൊക്കെ ചുമന്ന തുണിയല്ലേ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത്, അവരുടെ മുമ്പിൽ കാണിക്കുന്ന കണ്ടില്ലേ, വലിയ സ്പെയിനിലൊക്കെ കാളപ്പോരൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം അത് പെട്ടെന്നൊരു എനർജി ഉണ്ടാകും ഈ ചുമപ്പ് കളറിന്. അതുകൊണ്ടാണ് ഈ ബാറുകളിൽ ചുമപ്പും കറുപ്പും കളർ കോമ്പിനേഷനാണ് അടിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ബ്രാൻഡിയൊക്കെ കുടിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ അവർ അലമ്പയിൽ തീർന്ന കാണാൻ മേലെ മിക്കവാറും വഴക്കയിലാണ് തീർന്നത്. അവിടുന്ന് ബാറുകാർ പിടിച്ച് എടുത്ത് പുറത്തിട്ട് കളയുകയാണ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്.
അപ്പം പിന്നെ അതാണ് ഈ എനർജിയുടെ. പിന്നെ ഈ ജിംനേഷ്യം അങ്ങനെയുള്ള വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചുമപ്പ് കളർ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് കൂടുതൽ നമുക്ക് എനർജി ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ചുമപ്പ് കളറുകൾ. പിന്നെയുള്ള വീടിൻ്റെ അകം വൃത്തിയായിട്ടിരിക്കണം. ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ വീടിനകത്ത് കുത്തി നിറച്ച് വെച്ചേക്കരുതെന്നാണ് പറയുന്നത്. ഒത്തിരി സ്പേസ് ഉണ്ടായിരിക്കണം. കുഞ്ഞു വീടാണെങ്കിലും ആവശ്യത്തിന് സാധനങ്ങളെ ഉണ്ടാകാവുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളൊന്നും വീടിനകത്ത് നിറച്ച് വെക്കരുത്. ആവശ്യത്തിന് സാധനങ്ങളാകുമ്പോൾ അവിടേക്ക് ഒരു പോസിറ്റീവ് എനർജി കയറി വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പം ഒത്തിരി സാധനങ്ങൾ വീടിനകത്ത് കുത്തി നിറച്ച് വെക്കാതിരിക്കുക. ആവശ്യമില്ലാത്തതിനൊക്കെ എടുത്ത് പുറത്ത് കളയുക. അങ്ങനെ ഈ വെള്ള കളറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. വെള്ള കളറ് വൃത്തികേടായിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഒരു വിശുദ്ധിയുടെ കളറാണ്. വിശുദ്ധി നമ്മളിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ വെള്ള കളർ സഹായിക്കും എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ഈ വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്ന രാഷ്ട്രീയക്കാര്, ഈ പള്ളിയിലെ അച്ഛന്മാര്, അങ്ങനെയുള്ള പുരോഹിതന്മാരൊക്കെ വെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന കാണാമല്ലേ. അത് വിശുദ്ധിയുടെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, കുത്തി നിറച്ച് ഒത്തിരി സാധനങ്ങളൊന്നും വെച്ച് അങ്ങനെ ഒരു ഇതാക്കാണ്ടിരിക്കുക. ഒരു കഥയുണ്ട്. ഒരു കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗുരു രണ്ട് ശിഷ്യന്മാർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മുറി, ഞാൻ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ മുറി നിറച്ച് സാധനങ്ങൾ വെച്ചേക്കണം. അതെന്തെന്നൊന്നുമില്ല, ഈ മുറി നിറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ഒരു ശിഷ്യൻ പോയിട്ട് കുറച്ച് ഈ വേസ്റ്റുകൾ വാങ്ങിക്കൊണ്ടുവന്ന് മുറി നിറച്ചു, പെട്ടെന്ന് തന്നെ നിറച്ചു. മറ്റേ ആൾ എന്നെ കാണിച്ചു, ഒരു സാമ്പ്രാണി വാങ്ങിച്ചു, ഒരു മെഴുകുതിരിയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് മുറിയിൽ നിറച്ചിട്ട് ആ മുറി അടച്ചിട്ടിരുന്നു. ഗുരു വന്നിട്ട് വാതിൽ തുറന്നു നോക്കിയപ്പം ഒരാളുടെ മുറിയിൽ നല്ല സുഗന്ധം പരത്തി നല്ല പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്നു. മറ്റേയാളുടെ മുറി തുറന്നു നോക്കിയപ്പോൾ മണവും ചീഞ്ഞ് അളിഞ്ഞ സാധനങ്ങളുടെ മണവുമായിട്ട് നിറച്ച് വെച്ചേക്കുവാണ്. അപ്പം ഗുരു പറഞ്ഞു എന്ന് പറയുന്നത്, നമ്മുടെ വിശുദ്ധി, നമ്മുടെ മനസ്സിൻ്റെ ഇതാണ്, ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇതാണ് ഈ മുറിക്കകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയണേ. അപ്പം എപ്പോഴും നമ്മുടെ വീട് ഒരു സുഗന്ധപൂരിതമാകാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ മണം, വലിയ മണമല്ല, ഒരു ചെറിയ മണം എന്തെങ്കിലും നമ്മുടെ മുറിക്കത്തുള്ളത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ സ്മെല്ലൊക്കെ നല്ല ശരിയല്ല. നമുക്കൊരു വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോഴത്തേനും ഈ ചില വീട്ടിലേക്ക് ചിലപ്പോൾ മീൻ വെട്ടീൻ്റെയൊക്കെ മണങ്ങൾ കാണും. അത് അവർക്ക് അറിയത്തുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിപ്പം മീനൊക്കെ മേടിച്ച് കഴിയുന്ന വീടുകളിൽ വീട്ടിലുള്ളവർ അറിയില്ല, പുറത്തുനിന്ന് വന്നവർക്ക് പെട്ടെന്ന് പറയും, ആ മീൻ മേടിച്ചിട്ടുണ്ട് ഇന്നിവിടെ എന്ന് പറയുന്ന രീതിയിൽ സ്മെല്ലടിക്കണവരും ഉണ്ട്. അപ്പം അതങ്ങനെയുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു സാധനം മണമുള്ളത് നല്ലതാണ്. പിന്നെയുള്ള ഒരു വീടിന് ചുറ്റും ഒരു പച്ചപ്പുള്ള നല്ലതാണെന്നാണ് പറയുന്നത്. വീടിന് ചുറ്റും ഒരു പ്രകൃതിയായിട്ട് നമ്മൾ ഇണങ്ങാൻ ഒത്തിരി സാധ്യത കൂടുതലാണ്. ഇന്ന് ഇപ്പം ഫ്ലാറ്റിലൊന്നും ജീവിക്കുന്നവർക്ക് പ്രകൃതിയായിട്ട് ഇണങ്ങാനും സാധിക്കില്ല അല്ലേ. മുകളിൽ ആകാശം, താഴെ ഭൂമിയെ തൊട്ടെങ്കിലായി തൊട്ടില്ലേലായി അല്ലേ. അധികം പേരും ഒന്നും റൂമിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ പുറത്തു പോലും ഇറങ്ങില്ല. അപ്പം പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലത് എന്നാണ് പറയുന്നത്. അതേപോലെ പിന്നെ എപ്പോഴും ഭയങ്കര ഒച്ചയ്ക്ക് സംസാരിക്കുന്ന വീടുകൾ, അതായത് ഇപ്പം ഭാര്യയാണേലും ഭർത്താവാണേലും സ്ഥിരം ഇങ്ങനെ വഴക്ക് കൂടും ഉറക്കെ സംസാരിക്കുന്നവർ, അങ്ങനെയുള്ള വീടുകളിലുള്ളവർ പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് ഈ ഉറക്കെ സംസാരിക്കും. അതും ഒരു നെഗറ്റീവ് അടിക്കുന്ന, ആ വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെ കെടുത്തുന്ന ഒരു സാധനമാണെന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പതുക്കെ സംസാരിക്കാൻ ശ്രമിക്കുക വീട്ടിലുള്ളവർ. അതായത് എന്തെങ്കിലും ആശയവിനിമയം, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബെഡ്റൂമിൽ തീർത്തേക്കുക, പറഞ്ഞ് തീർത്ത് വെച്ചേക്കുക. അത് ഉറക്കെ സംസാരിക്കുമ്പോൾ അതും ഒരു നെഗറ്റീവ് എനർജിയായിട്ട് ആ വീട്ടിൽ നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ വീടിൻ്റെ അകമൊക്കെ നമ്മൾ ശുദ്ധിയായിട്ടും വൃത്തിയായിട്ടും ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു പ്രത്യേക എനർജി നമ്മളിലേക്ക് വരും. അല്ലാണ്ട് വലിയ വീടെന്നോ ചിലർ പറയണില്ല, എനിക്ക് വലിയ വീടില്ല. ചിലർ സാധാരണ വീട് നമുക്ക് സംതൃപ്തിയില്ല അല്ലേ. സാധാരണ വീടുകൾ പണിത് കഴിഞ്ഞിട്ട് ചിലർ പിന്നെ അത് കൂട്ടിയെടുത്ത് വലിയ വീടാക്കി വയ്ക്കും. അത് കഴിയുമ്പോൾ അവിടെ കിടക്കാൻ പോലും ആൾക്കാർ കാണുകയില്ല. ചിലർ വലിയ കൊട്ടാരം പോലുള്ള വീട് പണിതിട്ട് അവിടെ താമസിക്കാൻ ആളില്ലാണ്ടും കിടക്കണം എന്തോ ഒരു വീടുകളുണ്ടല്ലേ. അപ്പം നമുക്ക് പറ്റുന്ന ഒരു വീട്ടിലെ സംതൃപ്തിയോട് കൂടി ജീവിക്കാൻ പറ്റുവാണെങ്കിൽ, പരസ്പര ആശയവിനിമയത്തോടു കൂടി ജീവിക്കുന്നതല്ലേ അവിടെ സ്വർഗമായിട്ട് വരും അല്ലേ, അങ്ങനെയുള്ള വീടുകൾ. അപ്പം ഇതൊക്കെയാണ് വീടുകളെക്കുറിച്ച് ഉള്ള ഇത്. അപ്പം വീടിൻ്റെ ഭിത്തികളും വീടിൻ്റെ അന്തരീക്ഷവും എല്ലാം നമ്മുടെ മനസ്സിനെ ഒത്തിരി സ്വാധീനിക്കുന്ന സാധനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ വീടും ഒരു എനർജിയുള്ള വീടായിരിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.